ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവ നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. നമ്മൾ എക്സാമിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ചായിട്ട് ചെയ്തിരുന്നത്, അതിൻ്റെ തിരക്കിലായിരുന്നു. ഇനി നിങ്ങൾക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ബാക്കി പാഠഭാഗങ്ങളോ ചോദ്യപേപ്പറിൻ്റെ മോഡലുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് 32ാമത്തെ പാഠമായിട്ട് വരുന്നത് എന്താണ്? ഇവിടെ ചിത്രത്തിൽ എന്താണ്? ഒരു പൂന്തോട്ടം ഉണ്ട് അല്ലേ, ഗാർഡൻ എന്നതിന് അറബിയിൽ എന്താ പറയുക എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഗാർഡന്? റൗള. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ഇവിടെ അവസാനത്തിൽ വന്നത് ഇതെന്താണെന്ന് അല്ലേ? എന്താണ്? നമ്മൾ താ പഠിച്ചിട്ടുണ്ട് അല്ലേ, 2 പുള്ളിയിടണ താ. അപ്പോൾ ആ താഇന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താ ആണ് ഈ താകൾ 2 വിധമുണ്ട്. നമ്മൾ ബാ ഇട്ടിട്ടിടുന്ന താവും ഇങ്ങനെ ഹാ പോലെ ഇടുന്ന താവും. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഹാ 2 രീതിയിൽ എഴുതുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വാക്കിൻ്റെ അവസാനത്തിൽ എഴുതുന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഹാ പോലെ നമുക്ക് താ എഴുതാം. അപ്പോൾ ഇങ്ങനെ താ എഴുതുമ്പോൾ ചില വേർഡ്സുകളുടെ അവസാനത്തിൽ വരും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മുമ്പ് പറഞ്ഞതുപോലെ ഹാ ആയിട്ട് വേണം നമ്മളിവിടെ നിർത്താൻ. അപ്പോൾ നമുക്കിവിടെ റൗളത്ത് എന്ന് പറയാൻ പാടില്ല. ഇതിന് ഫതഹും കസറും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ റൗള ഒരു ഹാ വരണം. റൗള അങ്ങനെ ഒന്ന് നമ്മൾ തന്നെ പറഞ്ഞു നോക്കിയാൽ മതി. ഒന്ന് വായൻ്റെ മുന്നിൽ വിരൽ വെച്ചിട്ട് കൈ വെക്കുക. റൗള അവസാനം കാറ്റ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. റൗള. അപ്പോൾ ഹത മനസ്സിലാക്കട്ടാ. അപ്പോൾ ഇതിന് താകൾ 2 വിധം എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ബാ പോലെ ഇടുന്ന അതിന് താ മജ്റൂറ എന്നും ഈ താഇന് താ മർബൂത്ത, അതായത് ഹാ ഉത്ത് എനീസ് എന്നൊക്കെ പേരുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. താ മർബൂത്ത ഹാ താ. ഇപ്പം നമ്മളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മജ്റൂറാന്ന് ബാ ഇടുന്ന താഇനും ഇതിന് മർബൂത്താന്നും ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹാ ഉത്ത് എനീസ് എന്നും. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഹാ താ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് ഹാ ആയിട്ട് നമ്മൾ ഉച്ചരിക്കുക ഒരു വേർഡ്സിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ. ഇനി ചേർത്ത് വരുമ്പോൾ അത് ഖുറാനോത്തിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ ഖുറാനിലെ വേർഡ്സ് പറയുന്നിടത്ത് പറയാം. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹാ വരുന്നത് ശ്രദ്ധിച്ചിട്ട് പറയണം. മദ്രസ അവസാനത്തിൽ ഹാ വരും. ജാമ്യ അടുത്തതാ ഫറാശ സദഖ റബ്വ സഫ്വ. അപ്പം അത് നമ്മൾ മുമ്പ് പാഠത്തെ പഠിച്ചതാണ് അല്ലേ. ഹ ഹു ഹി മഹ്. ഇനി അതിന് 2 പുള്ളി വരുമ്പോൾ നമുക്ക് ത തു തി. ഹർക്കത്തുകൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഫതഹ ലൊമ്മ കസ്ര വരുമ്പോൾ വരുന്ന ഉച്ചാരണം ത തു തി. ഇനി ആ ഫതഹ തൻവീൻ തൻ തുൻ തിൻ. ഫതഹ തൻവീനുള്ളതാണല്ലേ അലിഫ്. ഓക്കെ. തൻ തുൻ തിൻ. അപ്പോൾ ഇവിടെ ഹ ഇടുക, 2 പുള്ളി. താ എന്നാണ് ഇതിന് പറയുക കേട്ടോ. അക്ഷരത്തിൻ്റെ പേര് താ. അത് എഴുതുന്ന രീതി നമ്മൾ ഹാ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അത് മനസ്സിലാക്കി. അപ്പോൾ താ കേട്ടോ. അടുത്ത നെക്ര നമുക്ക് വായിക്കാം. ഇതുപോലെ ഹാ താ വന്ന് വഖഫ് ചെയ്യുന്ന വേർഡ്സുകളാണ്. നമുക്കൊന്ന് വായിക്കാം. ഇവിടെ മക്കത്ത എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മക്കത്ത എന്ന് തന്നാലും നമ്മൾ മക്ക എന്നാണ് വായിക്കേണ്ടത്. ഇവിടെ സഹ്റ ഹ ആയിട്ട് വരണം കേട്ടോ. അടുത്തതാ സ്വതക്കത്തുൻ
തൻവീൻ ലമ്മ് വന്നിട്ടുണ്ട്. സ്വതക്കത്തുൻ, സ്വതക്ക, സ്വതക്ക. ഓക്കെ. അപ്പോൾ ഇനി തൻവീൻ ലമ്മ് ഉണ്ടെങ്കിലും നമ്മളൊരു വേർഡ്സ് വായിച്ച് നിർത്തുമ്പോൾ അവിടെ സുക്കൂന് നൽകിയാണ് വായിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവ ഹാത്താ വരുമ്പോൾ ഹ ആയിട്ട് അല്ലേ, സ്വതക്ക, സ്വതക്ക മനസ്സിലാക്കുക. ഇനി മദീനത്തുൻ, മദീനത്തുൻ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? മദീന, മദീന. കുദ്റത്തുൻ, കുദ്റത്തുൻ, കുദ്റ, കുദ്റ. ഷജറത്തുൻ, ഷജറത്തുൻ, ഷജറ, ഷജറ. അപ്പോൾ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടോണമെന്നില്ല ഹ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പറയുന്ന രീതിയിലാണ് മനസ്സിലാവുക. ഷജറ, റ. അങ്ങനെ നമ്മളെ കൈ തന്നെ വെച്ച് നോക്കുക മുന്നിൽ, കാറ്റ് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇനി എന്താണ് നമുക്ക് ഖുറാനിൽ വന്നിട്ടുണ്ട് ആ ഹത ചേർന്ന് വന്ന വേർഡ്സുകൾ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ ഹുമസത്തില്ലുമസ, ഇവിടെ എന്താണ് നമ്മൾ ഹുമസ എന്ന് നിർത്തുകയാണെങ്കിൽ ഹാഇന് സുക്കൂന് നൽകിയിട്ട് ഹുമസ, സഹ്. മനസ്സിലായില്ല? സഹ്. ഇനി നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ ഇതിൻ്റെ ഹർക്കത്ത് തീ അല്ലേ, കസറാണ്. അപ്പോൾ അതിൻ്റെ ഹർക്കത്ത് നമ്മൾ താ പറയുന്ന അതേ മഹ്റജിൽ തന്നെ ചേർത്തിട്ട് വായിക്കണം. ഹുമസത്തില്ലുമസ, ഹുമസത്തില്ലുമസ. അപ്പോൾ ഇവിടെ താ വന്ന 2 സ്ഥലങ്ങളുണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് അതെ നാറുൻ ഹാമിയ, യഹ്, നാറുൻ ഹാമിയ. അടുത്തതാ അപ്പോൾ നമ്മൾ മുകളിൽ താ പുള്ളിയുള്ളത് ഹർക്കത്ത് ചേർന്ന് വന്നതും. ഇനി ഇവിടെ ഹ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൻഹുമാലു, അൻഹുമാലു. അങ്ങനെ നിർത്തുക, അല്ല നമ്മൾ നിർത്തുന്നില്ല. നമ്മൾ അൻഹുമാലുഹു വമാ കസബ് അങ്ങനെ ഇതിനെ ബാക്കി ഓതുകയാണെങ്കിൽ മാലുഹു, മാലുഹു വമാ കസബ് അങ്ങനെ ഓതിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് ഹ മനസ്സിലാക്കാനാണ്. അൻഹുമാലു ഹ ആയിട്ട് അവിടെ നിർത്തി. ഇനിയാ വസ്തഗ്ഫിറുഹു ഇന്നഹു കാന. അങ്ങനെ നമുക്കിതിൻ്റെ ബാക്കി വരാനുണ്ട്. അപ്പോൾ അവിടെ ഇന്നഹു കാന അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. വസ്തഗ്ഫിറുഹു ഇന്ന, ഇന്ന. അവിടെ നമ്മൾ ഹ ആയിട്ട് നിർത്തും. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഹാകൾ മനസ്സിലാക്കാൻ ഇന്നഹു, വസ്തഗ്ഫിറുഹു, അൻഹു, മാലുഹു എന്നൊക്കെ ഇപ്പോൾ തൽക്കാലം നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അത് വരുന്ന നമുക്ക് തജ്വീദൊക്കെ നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാം. ഇനി നഖ്റഉൽ ഖുർആൻ നമുക്ക് താഴെയുള്ള വേർഡ്സുകൾ വായിക്കാം. ഹ വന്നതും താ വന്നതൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് വായിച്ച് നോക്കാം. റബ്ബഹും, റബ്ബഹും ഹു അല്ലേ. റിസ്കഹു, റിസ്കഹു. ഹ ഇങ്ങനെ എഴുതാ, ഇങ്ങനെ എഴുതാ, അവസാനിക്കുമ്പോൾ ഇങ്ങനെ എഴുതാ അല്ലേ. അടുത്തതാ ഫ അക്ബറഹു, ഫ അക്ബറഹു. അടുത്തതാ ഹുമസത്തിൻ, ഹുമസത്തിൻ. നമുക്ക് വേർഡ്സ് ആയിട്ട് വായിക്കുമ്പോൾ വായിക്കാം. നിർത്തുകയാണെങ്കിൽ നമുക്ക് ഹുമസത്തിൻ. ഇവിടെ കസ്റ തൻവീറുണ്ട്, അങ്ങനെ വായിക്കാം. ഇനി ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എങ്ങനെയാ ഹുമസ, സ ഹ ആക്കണം കേട്ടോ. ഇനിയാ വഫാക്കിഹത്തൻ, വഫാക്കിഹത്തൻ. അപ്പോൾ വഫാക്കിഹ, ഹ. അവിടെ ഈ ഹ അവിടെ നമ്മൾ നിർത്തുക. വഫാക്കിഹ. അടുത്തതാ വമൗഫിറത്തുൻ, വമൗഫിറത്തുൻ, വമൗഫിറ, വമൗഫിറ, റ. അപ്പോൾ ഇനി ഞാൻ മൗഫിറ എന്ന് വായിച്ച് നിർത്തും. ഇവിടെ തെറ്റാന്ന് പറയണ്ട. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഹ ആയിട്ട് നിർത്തുകയാണ്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ കുട്ടികൾ മനസ്സിലാക്കി പഠിക്കുക. ഇല്ലെങ്കിൽ അവർ പിന്നെ വേറെ എവിടെയെങ്കിലും അത് നിർത്തേണ്ട സ്ഥലത്ത് വരുമ്പോൾ അവർ മൗഫിറത്തുൻ എന്ന് തന്നെ വായിച്ചു പോകും. മനസ്സിലായില്ല? പിന്നെ അൽ ഖാരിയ, അൽ ഖാരിയ. അപ്പോൾ അൽ ഖാരിയത്തു എന്നാണ്. അപ്പോൾ നമുക്ക് അൽ ഖാരിയ. ഖാഷിയ, ഖാഷിയത്തുൻ. അത് ഖാഷിയ. ബാസിറത്തുൻ,
ബാസിറത്തുൻ ബാസിറ റ ബാസിറ. അപ്പോൾ ഖുറാനിൽ വന്ന വേർഡ്സുകൾ നന്നായി മനസ്സിലാക്കട്ടോ. ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. എന്താണ്? റൗള റൗള ഗാർഡൻ. നുലവിൻ നിറം നൽകാനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേർഡ്സിൻ്റെ അവസാനത്തിൽ റൗള അള്ളാൻ്റെ അവസാനത്തിൽ എഴുതുന്ന രീതി ഇങ്ങനെ ല എന്ന് വരുമ്പോൾ അതിനോട് ചേർന്നിട്ട് ഇങ്ങനെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ത പുള്ളി വരുമ്പോൾ ട്ടാ അത് ഒറ്റക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കിയിട്ട് നിറം നൽകുക. ഇനി എന്താണ്? ഇനി അല്ല വട്ടം വരയ്ക്കണം. ഹ ഹ ഇനില്ലേ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ നഫ്സിഹി നഫ്സിഹി ഹ കസറുള്ള ഹ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നഫ്സിഹി അല്ലേ. ഇനിയാ ഷാലഹു ഷാലഹു ഹ അല്ലേ. അടുത്തതാ റബ്ബിഹി റബ്ബിഹി മഹ്. അപ്പോൾ ഹി ഹു ഹി ഹ് അല്ലേ. ഇനി എന്താണ്? നളവ് മുറബ അല ഹാത്ത ഇങ്ങനെ വന്നതും ഇങ്ങനെ ഇടയിലൊക്കെ വരുന്നതും ഒറ്റക്ക് എഴുതുമ്പോൾ വരുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചതുരാണ് വരയ്ക്കേണ്ടത്. ഇവിടെ സ്വതക്ക സ്വതക്ക ഹ അല്ലേ. ഹത്തായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കുക. ഇനി ആ ഹ ആയിട്ട് നിർത്തുക ഇവിടെ. ഇനി റബ്ബുവ ഇവിടെ ഒറ്റക്ക് വന്നു അല്ലേ. അപ്പോൾ എഴുതിയ രീതി മനസ്സിലാക്കണം കേട്ടോ. റബ്ബുവ. ഇനി ആ മദ്റസ മദ്റസ അവസാനത്തിൽ വന്നു. ഇനി ആ സഹ്റ ഒറ്റക്ക് എഴുതേണ്ടി വന്നു. റായിനോട് ചേർത്ത് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒറ്റക്ക് എഴുതി. അപ്പോൾ ഹ ഇട്ടിട്ട് 2 പുള്ളി ഇട്ടില്ലേ ത ഓക്കെ. മക്ക അവിടെ ചേർത്ത് എഴുതാൻ പറ്റിയ അക്ഷരമായതുകൊണ്ട് അവിടെ അങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി നർസു മുകളിലൂടെ നമുക്കത് എഴുതി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു അക്ഷരം വരികയാണ്. ബ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതി വന്നിട്ട് ഇങ്ങനെ പോവുക, എന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അതേപോലെ ഇങ്ങനെ പോവുക, അങ്ങനെ അത് എഴുതി മനസ്സിലാക്കുക. ഹ ഓക്കെ. ത ഹ നെക്തു പകർത്തി എഴുതുക കേട്ടോ. ഇവിടെ അതിലെ എഴുത്ത് രീതി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മനസ്സിലായില്ല. ഹ ദ ത ത അങ്ങനെ എഴുതുക, പുള്ളിയിടുക കേട്ടോ. പിന്നെ ഒറ്റക്ക് എഴുതുമ്പോൾ ത അത് ഹ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നെക്തൂബാണ്. ഇവിടെ 4 കോളങ്ങൾ തന്നിട്ടുണ്ട്, വായിക്കുക. നമുക്കത് പകർത്തി എഴുതാം. ഹസനത്തുൻ ഹസനത്തുൻ ഹസനത്തുൻ. അപ്പോൾ നമുക്കത് ഹ ആയിട്ട് നിർത്തുകയാണെങ്കിലോ ഹസന നഹ് അല്ലേ. അപ്പോൾ അത് ഹർക്കത്തുകൾ വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ചേർത്ത് വായിക്കാം. ഹസനത്തുൻ. അടുത്തതാ കുദ്റത്തുൻ കുദ്റത്തുൻ അല്ലേ എഴുതാം. അടുത്തതാ റിസ്ഖഹു റിസ്ഖഹു റിസ്ഖഹു. അടുത്തതാ ബലദുഹു ബലദുഹു. ഹാകൾ ചേർന്ന് വന്നു ഒറ്റക്ക് വന്നു, പിന്നെ ത ചേർന്ന് വന്നു ഒറ്റക്ക് വന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് അക്ഷരങ്ങൾ വേർതിരിച്ച് വന്നിട്ട് അത് ചേർത്ത് എഴുതാൻ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ത ആണോ ഇങ്ങനെയാണോ ഇടേണ്ടതെന്നൊക്കെ ഏത് അക്ഷരത്തോടാണ് ചേർത്ത് എഴുതേണ്ടത് അതിനനുസരിച്ചിരിക്കും ഈ താവോ ഒക്കെ ഇടേണ്ടത്. അപ്പോൾ അത് നമുക്ക് താഴെ ഒരു ഉദാഹരണം ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്താണ് നുഫരിക്കുൽ ഹുറൂഫ്. ഇവിടെ അക്ഷരത്തിലേക്ക് മാറ്റണം, അപ്പോൾ ചേർത്ത് എഴുതി തന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ മുകളിൽ പറഞ്ഞത് ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ ഓരോരോ അക്ഷരങ്ങളാക്കി എഴുതണം. ലാമ് ജീമ് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ എഴുതണം അല്ലേ. ഒറ്റക്ക് എഴുതുമ്പോൾ ലജ് ന, പിന്നെ തുന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് തൻവീൻ ഇടാം കേട്ടോ. ല ജ് ന തുൻ ലജ്നത്തുൻ. അക്ഷരങ്ങൾ പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. അടുത്തത് ഹറക്കത്തുൻ. ഹ ഫസ്റ്റിൽ വന്നൂല, അപ്പോൾ അവിടെ അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഹ റ ക തുൻ തുൻ ഹറക്കത്തുൻ. മനസ്സിലായില്ലേ?
അടുത്തതാ ബൽദത്തുൻ. ബൽദത്തുൻ ദാലിനോട് ചേർത്ത് എഴുതൂല അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക. ഇനി തിരിച്ചെഴുതുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബ ദ ഇങ്ങനെ എഴുതണം അല്ലേ? ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. ബൽദത്തുൻ തൻവീലമ്മ. ഞാ ഒയിന് പുള്ളിയുള്ള ഒയിനാണ്. പുള്ളിയുള്ള ഒയിന് ഫത്തഹ്. ഒസ ലഹു സ ആണ് കേട്ടോ. സ ല ഹു. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ചേർത്ത് എഴുതി കൊടുക്കണം അല്ലേ? അടുത്തതാ ലഹ് ലൊത്തുൻ. നമുക്കിത് ചേർത്ത് എഴുതി കൊടുക്കണം. അപ്പോൾ എന്താണ് നമ്മൾ നമ്മൾ ഇവിടെ വന്നതുപോലെ അല്ലേ എഴുതണം അല്ലേ? ഇങ്ങനെ വന്നാൽ ചേർത്ത് എഴുതുമ്പോൾ പിന്നെ ലോ പുള്ളിടുക, ഫത്തഹിടുക. പിന്നെ നമുക്ക് ഇതുമിലൂടെ എഴുതാം ലഹ്ലത്തുൻ. മനസ്സിലായില്ല? ലഹ്ലത്തുൻ. അടുത്തത് എന്താണ്? ജുബ്നത്തുൻ. അതിലൂടെ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് ഒക്കെ. അപ്പം നമുക്ക് ജീമ് അല്ലേ ഇങ്ങനെ എഴുതാം ചേർത്ത് എഴുതുമ്പോൾ. ജുബ്നത്തുൻ. അടുത്തതോ നഫ്സഹു. എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാൻ പറ്റും. നഫ്സഹു. മനസ്സിലാക്കുക. ഇനിയാ സ്വതക്കത്തിൻ. ഞാൻ ഈ സ്ട്രൈറ്റിൽ ഇങ്ങനെ വെച്ച് എഴുതുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇത് നോക്കി എഴുതരുത് കേട്ടോ. അടുത്തത് സ്വതക്കത്തിൻ. അപ്പോൾ നമുക്ക് അല്ലേ ഇവിടെ എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ദാല് വന്നിട്ടുണ്ട്. ദാലിനോട് കാഫ് ചേർത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ സ്വതക്കത്തിൻ. മനസ്സിലായില്ലേ? നമ്മളിവിടെ ദാല് ഇങ്ങനെ വെച്ച് നിർത്തുകയാണ്. സ്വതക്കത്തിൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ വന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞു തന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇനി ഖുർആനിലൊക്കെ ഓതുമ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഓതാൻ. അപ്പോഴാണ് നമുക്ക് ഖുർആനോത്ത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ട്യൂഷനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.